ആ കട്ടൻസിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയതായിരുന്നു കേട്ടോ. കട്ടൻസിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട്. ലൈക്കും ഷെയറെല്ലാം ചെയ്യണം. കട്ടൻസ് പോയി കഴിഞ്ഞാൽ എല്ലാവരും ആ പാർക്ക് കഴിക്കണം. നേരത്തെ പാർക്കോ താഴത്തെ പാർക്കോ? നമ്മൾ താഴത്തെ പാർക്കിലല്ലേ പോയത്. കട്ടൻസിൽ നമ്മൾ പോയപ്പോൾ മേലെയും താഴെയും ഉണ്ട്. അപ്പം രണ്ട് സ്ഥലത്തും ഇങ്ങനെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ ഉണ്ട്. അതിൽ താഴത്തായിരുന്നു ഞങ്ങൾ ഫുഡ് കഴിക്കാതിരുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഫുഡ് കഴിക്കാൻ വന്നതാണോ അതോ കളിക്കാൻ വന്നതാണോ എന്നുള്ള കൺഫ്യൂഷനിലായിപ്പോയി ഞാൻ. അതിൻ്റെ തൊള്ളയിൽ കൂടെയാണ് പോയിട്ടുണ്ട്. എന്നിട്ടാണ് കടന്നുണ്ട് കണ്ട്. അപ്പം അമ്മ തലട്ടൊക്കെ മഞ്ഞപ്പല്ലേ ഞാൻ പോവാനോ വിചാരിച്ചിട്ട് അത് നീക്കാണ്ട് പിന്നെ പോയിട്ട് ഷാന് തല്ലിക്കും. അതിൻ്റെ ഉള്ളിൽ കൂടെ തുള്ളക്കുണ്ട്. അതിൻ്റെ തൊള്ള എനിക്ക് ഇഷ്ടമാണ്. അതിൻ്റെ മേത്തെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്നെ സമ്മതിച്ചില്ല. ഓനിരുന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയി. അങ്ങനെ മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ വലിയ കാണാൻ മാത്രമേ ഉള്ളൂ. കളിക്കാനോ ഇതൊക്കെ അപ്പോൾ നമ്മളവിടെ ഫറൂഖുള്ള കട്ടൻസിൽ പോയാൽ ഫുഡും കഴിക്കുക, മക്കൾക്ക് കളിക്കുകയും ചെയ്യാം അല്ലേ രസമോളെ? ഫുട്ബോളല്ല, ഇങ്ങനെ പാർക്ക് പോലത്തെ ഒരു ഏരിയ അവിടെ സെറ്റ് ചെയ്തുകൊണ്ട് രസമോക്കും ഷാനിസിനും കളിക്കാനായില്ലേ. അതുപോലെ എല്ലാ മക്കൾക്കും അവിടെ കളിക്കുക. ഒരുപാട് മക്കൾ അവിടെ കളിച്ചില്ല നമ്മൾ പോയപ്പോൾ. നിങ്ങളും കളിച്ചില്ലേ. അപ്പോൾ അതുപോലെ ഫുഡ് കഴിക്കാൻ വരുമ്പോൾ ആ വെയിറ്റിങ്ങിൻ്റെ സമയം കളിക്കുക, അല്ലെങ്കിൽ ഫുഡ് കഴിച്ച് വന്നിട്ടും കളിക്കുക. എങ്ങനെയാ വെച്ചാൽ വീട്ടിൽ പോയപ്പം സിനിമ കാണാൻ പോവാൻ വേണ്ടിട്ട് അമ്മേനെ ഷാനിനെ കുട്ടി വീട്ടിൽ പോകണം. അപ്പല്ലേ കുളിച്ച് സോപ്പ് മേത്തൊക്കെ കണമൊക്കെ തേച്ചിട്ട് ഡ്രസ്സ് മാറ്റി നേരെ സിനിമ കാണാൻ പോയപ്പല്ലേ ഫോൺ സിനിമ കാണാണ്ട് വരുന്ന മുന്നേ ഒരു പാർക്ക് കളിച്ചിന്. അനിയന് വാശി പിടിച്ചിട്ടാണ് പാർക്കിൽ മമ്മ എൻ്റെ മമ്മ പറയുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യാൻ പറയും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയർ എല്ലാം ചെയ്യണം. കമൻറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ എല്ലാവർക്കും ബൈ ടാറ്റാ. ഇതിൽ കൂടെ മോനെ ഷാനു അകരോട്